അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാനിൻ്റെ അവസാനത്തെ പത്തുകൾ ലൈലത്തുൽ ഖദ്ർ എന്ന 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമുള്ള രാവിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ്. ആ 10ൽ തന്നെ ഒറ്റയിട്ട രാവുകളാണ് പണ്ഡിതന്മാർ കൂടുതൽ സാധ്യത പറഞ്ഞിട്ടുള്ളത്. 21, 23, 25, 27, 29 എന്നീ രാവുകൾ പ്രത്യേകമായും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവുകളാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഇന്ന് ലൈലത്തുൽ ഖദ്റാണെന്ന് മനസ്സിലായാൽ ഞാൻ എന്താണ് കൂടുതൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ അത് കൂടുതലായി വർദ്ധിപ്പിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. റമളാനിൻ്റെ അവസാനത്തെ 10 അല്ലാഹു തആല നരകമോചനം കൂടി നൽകുന്ന 10 നമുക്കറിയാം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന ദിക്റും കൂടെ വർദ്ധിപ്പിക്കൽ വളരെയധികം നല്ലതാണ്. എന്നാൽ ഈ ലൈലത്തുൽ ഖദ്റാണെങ്കിലും അതിൻ്റെ പുണ്യമൊന്നും ലഭിക്കാത്ത ചില ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി ഈ 4 വിഭാഗത്തിനും ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗം സ്ഥിരമായി മദ്യപിക്കുന്നവരാണ്. മറ്റൊന്ന് മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നവരാണ്. മറ്റൊന്ന് കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവരാണ്. മറ്റു വിഭാഗം ഹൃദയത്തിൽ കാപട്യവും കുശുമ്പുമൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ഇത്തരം ആളുകൾക്ക് ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വം ഒരിക്കലും ലഭിക്കുകയില്ല. അതുകൊണ്ട് ഈ വിശുദ്ധമായ റമദാനും ലൈലത്തുൽ ഖദ്റുമൊക്കെ എല്ലാ അർത്ഥത്തിലും ലഭിച്ചവരായി നമ്മളൊക്കെ മാറണം. അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങളും കർമ്മങ്ങളുമൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.